അന്യം നിന്നു പോകുന്ന ഇന്ത്യയിലെ തപാൽ പെട്ടിയുടെ കഥയും തപാൽ സർവീസിൽ താൽക്കാലിക ജീവനക്കാരായി വർഷങ്ങളോളം ജോലി ചെയ്യുന്നവരുടെ ജീവിതവുമാണ് ചെമന്ന പെട്ടി എന്ന ഡോക്യുമെന്ററി. കോട്ടയം സ്വദേശി പയസ് കറിയ പൊട്ടക്കുളം രചനയും സംവിധാനവും നിർവഹിച്ച തപാൽ പെട്ടിയുടെ ആദ്യ സ്ക്രീനിംഗ് കോട്ടയത്ത് നടന്നു. സന്തോഷവും സങ്കടവും പ്രണയവും വിരഹവുമൊക്കെ അക്ഷരങ്ങളുടെ രൂപത്തിൽ ഇരുകൈയും നീട്ടി വാങ്ങിയിരുന്ന ആ ചെമന്ന പെട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് പയസ് കറിയ എന്ന ഡോക്യുമെൻ്ററി സംവിധായകൻ വരച്ചു കാട്ടുന്നത്. ഇമെയിലും ഫേസ്ബുക്കും വാട്സപ്പും വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഓർമ്മകളുടെ തുരുമ്പേറിയ സ്മാരകങ്ങളായി അവ മാറിയെന്ന ഡോക്യുമെൻ്ററിയിലൂടെ വ്യക്തം. ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൻ്റെ ചരിത്രവും അവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ കഥയുമാണ് ഡോക്യുമെൻ്ററി പ്രേക്ഷകന് പറഞ്ഞു തരുന്നത്. വായിച്ചു കേൾക്കുമ്പോഴുള്ള അനിർവചനീയമായ ആനന്ദവും പ്രവൃത്തി 27 വർഷമായി ആലപ്പുഴ ആർ ബ്ലോക്കിലെ പോസ്റ്റ് ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരിയായി ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന VP സീതാമണിയിലൂടെയാണ് ഡോക്യുമെന്ററി അതിന്റെ ഇതിവൃത്തം വ്യക്തമാക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യ അഞ്ചൽ ഓഫീസായ ആലപ്പുഴയുടെ കീഴിൽ 1972 ആരംഭിച്ചു. അന്യ നാട്ടുകാരായ ഏതാണ്ട് 5000-ഓളം തെങ്ങ് തൊഴിലാളികൾ അന്ന് ഈ കായലിന് ചുറ്റുമുണ്ടായിരുന്നു. തപാൽ വകുപ്പിന്റെ ചരിത്രവും വകുപ്പിലെ 5.5 ലക്ഷം താൽക്കാലിക ജീവനക്കാരുടെ പ്രതിഷേധവും ഒരുപോലെ സമന്വയിപ്പിച്ച് സംവിധായകൻ കഥ പറയുന്നു. ആനന്ദ് ശർമ്മ പശ്ചാത്തല സംഗീതവും സന്തോഷ് അണിമ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ച ചെമന്ന പെട്ടിക്ക് പ്രൊഫസർ അലിയാറാണ് ശബ്ദം നൽകിയത്. കോട്ടയം CMS കോളേജിലെ ഗ്രേറ്റ് ഹാളിലാണ് ഡോക്യുമെൻ്ററിയുടെ ആദ്യ സ്ക്രീനിംഗ് നടന്നത്. മീഡിയ 1 കോട്ടയം. ചെമന്ന പെട്ടി എന്ന ഡോക്യുമെന്ററിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ പയസ് കറിയാണ് ഇന്ന് ഷോമോളിൽ അതിഥിയായി ചേരുന്നത്. ശ്രീ പയസ് കറിയ, ഷോമോളിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ മനസ്സിലൊരു നീറുന്ന ഓർമ്മയാണ്. ഏറ്റവും കൂടുതൽ പഴയൊരു നൊസ്റ്റാൾജിയ ഒക്കെ തേടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു നീറുന്ന ഒരു ഓർമ്മയായിട്ടുള്ളത് എപ്പോഴും ആ ചെമന്ന പെട്ടി തന്നെയായിരിക്കും. ഇപ്പോഴും പഴയ പല ചായപ്പീടികളുടെയും തൂണുകളിലൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന നമുക്ക് കാണാം. ചിതലച്ചും അങ്ങനെയൊക്കെ മാറാല പിടിച്ചൊക്കെ നിൽക്കുന്ന ഒരു ചെമന്ന പെട്ടി. എന്തുകൊണ്ടാണ് ഒരു ഡോക്യുമെന്ററി സംവിധാനം ചെയ്തപ്പോൾ ആ ഒരു വിഷയം എടുക്കാം, അതില്ലാതായി പോയപ്പോൾ ദുരിതം അനുഭവിക്കുന്നവരുടെ ജീവിതം പകർത്താമെന്ന് തീരുമാനിച്ചത്? ഇത് പുതിയ തലമുറയുടെ കാഴ്ചപ്പാടിൽ നിന്നല്ല ഞാനിത് കാണുന്നത്. ഏതാണ്ട് 40 വയസ്സിന് മുകളിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു ഗൃഹാതുരത്വമുണ്ട് ഈ പോസ്റ്റ് പെട്ടിയോട്. തങ്ങൾ സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയ ആ കത്തുകൾ, അതിൻ്റെ ഒരു വൈകാരികത, മറ്റൊന്ന് ഒരു കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഒരു പോസ്റ്റ്മാന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഇതെല്ലാം അന്നത്തെ ആളുകൾക്ക് വളരെയേറെ ഗൃഹാതുരത്വം നൽകിയ ഒരു കാര്യമാണ്. ഒപ്പം ഈ കത്തിൽ വരുന്ന പറഞ്ഞ പോലെ പ്രണയവും സംഗീതവും കഥകളും ഒപ്പം വിരഹങ്ങളും അപ്പോയിൻമെൻറ്റുകൾ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ അന്ന് ഈ പോസ്റ്റ് ഓഫീസിനെ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നിരുന്നത്. ഇന്ന് സത്യത്തിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഓരോ തൂണിലും ഭിത്തിയിലും തൂങ്ങിക്കിടക്കുന്ന പെട്ടിയുടെ ദയനീയ അവസ്ഥ കാണുമ്പോൾ വേദന തോന്നുന്നതാണ്. മറ്റൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. വലിയൊരു നെറ്റ്വർക്കാണ് അത്. ഏതാണ്ട് 5.5 ലക്ഷത്തോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനം ഇന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ച നമ്മളെല്ലാം കാണുകയാണ്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം വരുന്ന ED ജീവനക്കാർ, സ്ഥിര നിയമനമാകാത്ത ജീവനക്കാർ, അവരുടെ ഒരു പ്രതീകമാണ് ഞാൻ ഈ കഥയിൽ കാണിച്ചിരിക്കുന്ന സീതാമണി. ഏതാണ്ട് 2008 ഇതിനെക്കുറിച്ച് കിട്ടിയ ഒരു ചെറിയ അറിവാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇത് വരാനുള്ള കാരണം. അത് വീണ്ടും 2014 ആയപ്പോൾ എനിക്ക് വളരെയേറെ വേദന തോന്നി ഈ രംഗത്തെ അവസ്ഥ കണ്ടപ്പോൾ. അതിനുവേണ്ടി നിർമ്മിച്ച ഈ ചെറിയ ഹ്രസ്വചിത്രം ഇന്നലെ CMS കോളേജിൻ്റെ ഗ്രേറ്റ് ഹാളിൽ കാണിച്ചപ്പോൾ കാണികൾക്ക് ആദ്യം വളരെയേറെ ആകാംക്ഷയായിരുന്നു. പക്ഷേ കണ്ടിറങ്ങിയ ആളുകളുടെ ആ നൊമ്പരം തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പ്രമുഖരായ പലരും ഉണ്ടായിരുന്നു ഇന്നലെ സ്ക്രീനിങ്ങിന്. എന്തായിരുന്നു അവരുടെയൊക്കെ ഒരു പ്രതികരണം? അവരെല്ലാം തന്നെ ഈ പറഞ്ഞ ഒരു ഗൃഹാതുരത്വ മൂഡിൽ ഇതിനെ കാണുകയാണ് ഉണ്ടായത്. വളരെയേറെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരെല്ലാം തന്നെ സംസാരിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ സീനിയർ സൂപ്രണ്ട്, അതുപോലെ തന്നെ ജോലിക്കാർ,
അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു ഇതാരും കൈവെക്കാത്തൊരു കാര്യം, ഈ തൊഴിലാളികളുടെ വേദന അല്ല, ഇത് കാത്തിരുന്ന ആളുകളുടെ ഒരു നൊമ്പരം അത് കാഴ്ചവെക്കാൻ സാധിച്ചതിൽ അവരെല്ലാവരും നല്ല വാക്കാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായും ഇതൊരു സർക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് പോസ്റ്റൽ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കണം ഇതിന്റെ ചിത്രീകരണത്തിനാണെങ്കിലും അതിന്റെ രേഖകൾ എടുക്കുന്നതിനാണെങ്കിലും ഒക്കെ. അപ്പോൾ അതിന്റെ ഈ ഡോക്യുമെന്ററി തയ്യാറാക്കാൻ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്? തീർച്ചയായിട്ടും ഇത് ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവിടുന്നുള്ള പെർമിഷന്, ഓരോ കാര്യത്തിലും അവരുടെ അംഗീകാരങ്ങൾ, ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് വളരെയേറെ പ്രയാസങ്ങളുണ്ടായി. ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നത്, ഞാൻ ഇതിനായിട്ട് മുന്നോട്ടിറങ്ങിയപ്പോൾ അന്ന് സെൻട്രൽ റീജിയൻ ഉണ്ടായിരുന്ന ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഡോക്ടർ എം വെങ്കടേശ്വരലു, അദ്ദേഹം ഒരു ആന്ധ്രാക്കാരനാണ്. അദ്ദേഹത്തിന് തോന്നിയ ആ ഒരു ഉൾക്കാഴ്ച വീണ്ടും എൻ്റെ ഫയല് വീണ്ടും എടുക്കുവാനും എനിക്ക് പ്രചോദനം നൽകാനും കാരണമായി. മറ്റൊരു കാര്യം, ഞാൻ ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയപ്പോഴും മറ്റും വളരെയേറെ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നു. വളരെയേറെ ക്ലേശങ്ങൾ, സത്യം പറഞ്ഞാൽ 6 ബ്ലോക്ക് പോലുള്ള സ്ഥലത്ത് വൈദ്യുതിയില്ല, വെള്ളമില്ല, പോകാൻ യാത്രാ സൗകര്യമില്ല. അവിടെയെല്ലാം ചെന്ന് ഇതെടുക്കാനുണ്ടായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ നല്ല ആളുകൾ ഇതിനെനിക്ക് പ്രചോദനം തന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഭാര്യയും മക്കളും എല്ലാം വളരെയേറെ ഒരു സഹായം എനിക്ക് ആ രംഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ചില നല്ല ആളുകളുടെ വളരെയേറെ നല്ല സഹകരണം അവസാന ഘട്ടത്തിലും ഇടഘട്ടത്തിലും എനിക്കുണ്ടായി. അവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ആ ഒരു ചിത്രീകരണ സമയത്ത് തന്നെ ആയാലും ഇത് നാച്ചുറൽ ലൈറ്റിൽ, ഒരു ലൈറ്റ് പോലും ഉപയോഗിക്കാതെ ഒരു 5D ക്യാമറയിൽ ചിത്രീകരിച്ചാണ്. 2 ഡ്രോൺ ഷോട്ടുകൾ വേണ്ടി വന്നു. എൻ്റെ ഒപ്പം പ്രവർത്തിച്ച ക്രൂ എന്ന് പറഞ്ഞത് വളരെയേറെ ചെറുപ്പക്കാരാണ്. ഒരു സന്തോഷ് അനിമ എഡിറ്റ് ചെയ്തു, അദ്ദേഹമാണ് ഇതിൻ്റെ ഛായാഗ്രഹണം നടത്തിയത്. അദ്ദേഹം വളരെയേറെ ഉയരത്തിലേക്ക് ഉയർന്നു വരേണ്ട ഒരു ചെറുപ്പക്കാരനാണ്. ഇതിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം അതിനിടയ്ക്ക് തന്നെ 2 സിനിമ അടുത്തിടെ ചെയ്യുകയുണ്ടായി. മറ്റൊരാൾ ഇതിൻ്റെ സ്വരം നൽകിയ പ്രൊഫസർ അലിയാർ, അദ്ദേഹം ഇതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞു, പൈസ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സാധനമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. അദ്ദേഹത്തിൻ്റെ ഒത്തിരിയേറെ സഹകരണം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. മറ്റ് ഈ രംഗത്ത് ഇതിലേക്ക് വേണ്ടി സഹായം ചെയ്തു തന്ന മറ്റ് ഇതിൻ്റെ എഡിറ്റിങ് ഞാൻ പറഞ്ഞ പോലെ ക്യാമറാമാൻ തന്നെ ചെയ്തു, ഇതിൻ്റെ ഗ്രേഡിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ റെക്കോർഡിങ് ബെന്നി, ഇതിനെല്ലാം ഉപരിയായിട്ട് ഇതിന് വളരെ ഭംഗിയായിട്ട് സബ്ടൈറ്റിൽ ചെയ്തു തന്ന മിസ്റ്റർ ജി ശ്രീകുമാർ, അദ്ദേഹം വളരെയേറെ പെയിൻ എടുത്താണ് ചെയ്തു തന്നത്. അദ്ദേഹത്തെ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം ഉപരി ഞാൻ എൻ്റെ കൽക്കട്ട ജീവിതകാലത്ത് എന്നോട് വളരെയേറെ സ്നേഹം കാണിച്ചിരുന്ന ഒരു പ്രശസ്തനായ വ്യക്തിയായിരുന്നു അന്തരിച്ചുപോയ അനന്ത് ശങ്കർ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉദയശങ്കർ വളരെ പ്രശസ്തനായ ഒരു നർത്തകനായിരുന്നു. അദ്ദേഹം അന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്ന ഒരു മ്യൂസിക് സ്കോർ അദ്ദേഹത്തിൻ്റെ സ്മരണയോട് നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വളരെ ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കിട്ടിയ ഒത്തിരി ആംബിയൻസ് ഇതിന് വളരെയേറെ സഹായകരമായിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. തീർച്ചയായും അതെല്ലാം ഈ ഡോക്യുമെന്ററിക്ക് ഗുണം ചെയ്തിട്ടുണ്ടാകും, അതൊരു പോസിറ്റീവായ രീതിയിൽ തന്നെ. കാരണം അത്രത്തോളം എല്ലാവരുടെയും ഇപ്പോൾ 40 വയസ്സിന് മുമ്പ് ഇല്ലെങ്കിൽ അതിനുശേഷം എന്ന് പറയുമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 20-25 വയസ്സിന് തൊട്ട് അവരുടെ എല്ലാം മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ഓർമ്മയായിരിക്കണം ഈ ചുമന്ന പെട്ടി എന്ന് പറയുന്നത്. എന്തായാലും ഡോക്യുമെന്ററി സ്ക്രീനിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് ഇത് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും പുതിയ കുട്ടികൾക്കെല്ലാം ഇതൊരു അപരിചിതത്വം ആയിരിക്കും ഈ ഒരു ചുമന്ന പെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഭാവി പരിപാടികൾ? തീർച്ചയായിട്ടും എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുകയുണ്ടായി, പ്രത്യേകിച്ച് ഇതിൻ്റെ സംവിധായകരായ ശ്രീ ശിവപ്രസാദ്, ശ്രീ ജോഷി മാത്യു, എൻ്റെ വളരെയേറെ അടുത്ത സുഹൃത്തായ ശ്രീ സാലു ജോർജ്, അങ്ങനെയുള്ളവരൊക്കെ പറയുന്നു എൻ്റെ ഒരു ആദ്യ സംരംഭം എന്ന നിലയിൽ പോലും ഇത്രയും ഒരു അംഗീകാരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഇത് ഫെസ്റ്റിവലുകൾക്കൊക്കെ പോകണം, ജനങ്ങൾ കാണണം, ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ ഫെസ്റ്റിവലിലെല്ലാം പ്രദർശിപ്പിച്ച് വലിയ വിജയമാകട്ടെ ഈ ഡോക്യുമെന്ററി. അതുപോലെ തന്നെ നിരവധി അംഗീകാരങ്ങൾ നേടിയെടുക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഷോമോളിൽ അതിഥിയായതിന് വളരെയധികം നന്ദി. താങ്ക് യു.